ഇതിന് 250. ഫ്രഷ് പീസാണ്. ഫ്രഷ് പീസാണ്. നമുക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് 100 രൂപ മാത്രമേ ഉള്ളൂ. വെറും 100 രൂപ മാത്രമേ ഉള്ളൂ. ഷർട്ട് എത്ര വില? ഹായ് ഫ്രണ്ട്സ്, എല്ലാ ഫ്രണ്ട്സിനും ബ്ലോഗിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ കോയമ്പത്തൂർ ഗാന്ധിപുരം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ആണെങ്കിൽ ഡ്രസ്സിനാണ് റേറ്റ് കൂടുതൽ. ഇവിടെ കൂടുതൽ ഡ്രസ്സ് ചെരുപ്പ് കളക്ഷൻ. നമുക്ക് ബാഗിൻ്റെ റേറ്റ് ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതാ 100. ഇതെത്ര? 40. ഇതാ 170. ഇതാകുമ്പോഴാ 130. ഇവിടെ കൂടുതൽ ഡ്രസ്സ് ചെരുപ്പ് അതിൻ്റെ കളക്ഷനാണ്. ഇലക്ട്രോണിക് സാധനങ്ങളൊന്നുമില്ല. 100. 4 സെറ്റ് 100 അല്ലേ? നിങ്ങൾക്ക് 100 രൂപ. പിള്ളേരുടെയൊക്കെ 4 സെറ്റ് 100 രൂപ. ചെറുത് വലുതിനൊക്കെ റേറ്റ് തന്നെ? എല്ലാം ഇത് തന്നെ അല്ലേ? ഒരു കടയിലൊക്കെ ആകുമ്പോൾ ഒരു പീസിന് 35 രൂപ. 35 രൂപ. അപ്പോൾ ഒരു സെറ്റ് 5 പീസ് വാങ്ങുമ്പോൾ 150 രൂപ വരും. നമ്മളുടെ വരും 100 രൂപ. 100 രൂപ. 5 100. പാൻറ് ട്രൗസർ എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം 5 100, 6 100 അങ്ങനെയൊക്കെ വരും. കടയിലൊക്കെ എടുക്കുമ്പോൾ അവർ പറയുന്നതിന് 35 രൂപ 40 രൂപയൊക്കെ ഒരു പീസിന് വരുന്നുണ്ട്. ചെരുപ്പിൻ്റെ കളക്ഷനൊക്കെ നല്ല കളക്ഷനാണ്. ഈ കാണുന്ന ചെരുപ്പിനൊക്കെ റേറ്റ് വരുന്നത് 50, 100 ആ റേറ്റ്. എത്ര? 100. ഇങ്ങനത്തെ ചെരുപ്പിനൊക്കെ ഇവിടെ 200 രൂപ റേറ്റ് ഒക്കെ ആവും. സൺഡേ മാർക്കറ്റാണ്. സൺഡേ ദിവസങ്ങളിൽ മാത്രമേ ഇവിടെ വലിയ കച്ചവടക്കാർ കാണത്തുള്ളൂ. അല്ലാത്ത ദിവസം ഷോപ്പുകളും മാത്രമേ ഉള്ളൂ. ഷോപ്പുകളുണ്ടെങ്കിലും ഒരുപാട് ഷോപ്പുകളൊന്നുമില്ല. വലിയൊരു കച്ചവടക്കാരാണ് ഗാന്ധിപുരത്ത് കൂടുതലും ഉള്ളത്. അപ്പോൾ ഈ കാണുന്ന സാരികൾക്കൊക്കെ റേറ്റ് വന്നിട്ടുള്ള 100 രൂപ റേറ്റാണ്. ഇത് വന്നിട്ടുള്ള ഷിഫോണിൻ്റെ തുണി, പിന്നെ കോട്ടൺ ടൈപ്പ് അങ്ങനത്തെ മെറ്റീരിയൽസാണ്. പോളിസ്റ്റർ എന്ന് പറയാൻ പറ്റൂല. കോട്ടനും പോളിസ്റ്ററും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ളത്. ഇതൊക്കെ എത്ര? ഇതൊക്കെ 100 രൂപ കേട്ടോ. ഈ ലൈന് വരുന്നേക്കുന്ന ഇതൊക്കെ 100 രൂപ. 2 സാരി എടുക്കുമ്പോൾ റേറ്റ് വരുന്നത് 150 രൂപ റേറ്റാണ്. ഇതൊക്കെ 100. സാരിയൊക്കെ ഏതെടുത്താലും 100 കേട്ടോ. സാരിയൊക്കെ കുറേ കളറുകളുണ്ട്. ഏതെടുത്താലും 100 രൂപ. 3 100 എത്ര? ഒരെണ്ണം 100. ഇതിന്റെ തുണി വന്നിട്ടുള്ളത് കോട്ടൺ ടൈപ്പും ഉണ്ട്, ജോർജറ്റും ഉണ്ട്. കോട്ടണും ജോർജറ്റും ഉണ്ട്, പോളിസ്റ്റർ ടൈപ്പ് ഉണ്ട്. ഒക്കെ പേപ്പർ സാരി പോലത്തെ മോഡലില്ലേ? ഫ്രണ്ട്സ്, ഈ ചുരിദാറിൻ്റെ കളക്ഷൻ തന്നെ നല്ലപോലെ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു. ചുരിദാറിൻ്റെ കളക്ഷനിലേക്ക് വരുമ്പോൾ പാൻറ്റും ഷോളും ചുരിദാർ ടോപ്പും കൂടെയാണ് വരുന്നത്. അപ്പോൾ 3 പീസാണ് വരുന്നത്. ഈ ചുരിദാർ വിൽക്കണ ആടകയിൽ ചുരിദാറിന് പുറമെ നൈറ്റീൻ്റെ കളക്ഷനും ഉണ്ടായിരുന്നു. നൈറ്റിയൊക്കെ നല്ല അടിപൊളി മോഡൽ നൈറ്റീസാണ്. ഈ കാണുന്ന ചുരിദാറില്ലേ, ഇതിന് റേറ്റ് വന്നിട്ടുള്ള വെറും 100 രൂപ മാത്രമേ ഉള്ളൂ. കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ എത്ര അണ്ണാ? ഏതെടുത്താലും 100. ഏതെടുത്താലും 100. ഒരെണ്ണം 100 രൂപ. 100 രൂപ. ഇതിന്റെ റേറ്റ് വരുന്നത് 100 രൂപ മാത്രമേ ഉള്ളൂ. ആ ചുരിദാർ സെറ്റൊക്കെ നമ്മൾ അവിടെ കോയമ്പത്തൂരിൽ നിന്ന് 2 എടുക്കുമ്പോൾ 150 രൂപ റേറ്റിൽ അവർ തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് നാട്ടിൽ തന്നെ ബിസിനസ്സൊക്കെ നോക്കുന്നവർക്ക്, അപ്പോൾ നമ്മളൊരു 10 ജോഡിയൊക്കെ എടുക്കുവാണെങ്കിൽ ഇതിൽ റേറ്റ് കുറച്ച് തരും. ഒക്കെ നമുക്ക് നാട്ടിൽ കൊണ്ടുവന്ന് വിറ്റ് എന്തോരം പൈസ കിട്ടും അല്ലേ ഫ്രണ്ട്സ്? ഒരു ജോഡി ചുരിദാറിന് തന്നെ ഒരു 500 രൂപ റേറ്റ് ആണെങ്കിൽ നമുക്ക് എന്തോരം പൈസ ലാഭമാവും. അപ്പോൾ അങ്ങനെ ഹോൾസെയിൽ റേറ്റിലൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ സാധനങ്ങൾ വാങ്ങാവുന്നതാണ്. ഞങ്ങൾ അവിടെ പോയപ്പോൾ തന്നെ ഇതുപോലെ മലയാളീസിനെയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് അതുപോലെ തന്നെ തൃശ്ശൂർ ഭാഗത്തുള്ളവരെയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ഹോൾസെയിൽ റേറ്റിൽ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിയിട്ട് നാട്ടിൽ കൊണ്ടുപോയിട്ട് ഷോപ്പിൽ വിൽക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ബിസിനസ്സൊക്കെ നോക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇങ്ങനെ ബെസ്റ്റ് ഓപ്ഷനാണ് ബാംഗ്ലൂർ, കോയമ്പത്തൂർ അങ്ങനെയുള്ള പ്ലേസൊക്കെ. ഇതൊക്കെ ആകുമ്പോഴാ 900. ഇവിടുത്തെ കൂടുതൽ ഡ്രസ്സിൻ്റെ കളക്ഷനാണ് കൂടുതൽ. ഡ്രസ്സ്, ചെരുപ്പ്, ബാഗ് അങ്ങനെയാണ് കളക്ഷൻ കൂടുതൽ.
ഇതിൽ യൂസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സുകളും ഉണ്ട്. ഈ കാണുന്ന ഡ്രസ്സൊക്കെ യൂസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സുകളാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഷർട്ടൊക്കെ തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. കളർ കുറവും ഒക്കെ ഇല്ലേ. പക്ഷേ ഇതിൽ തന്നെ ന്യൂ ആയിട്ടുള്ള സാധനങ്ങളും ഉണ്ട്. പുതിയതായിട്ടുള്ള ഷർട്ടുകൾ എല്ലാ പുതിയതായിട്ടുള്ള ചുരിദാർ സെറ്റ് അതൊക്കെയുണ്ട്. നമ്മൾ 100 രൂപയ്ക്ക് കണ്ട ചുരിദാർ സെറ്റ് ഇല്ലേ, ആ നൈറ്റി, ആ സാരി, അതൊക്കെ പുതിയത് തന്നെയാണ്. അതിൽ ടാഗ് പോലും പൊട്ടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഈ കാണുന്ന ഡ്രസ്സിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള 50 രൂപ റേറ്റാണ്. ഷർട്ടിലേക്ക് വരുമ്പോൾ 100 രൂപ റേറ്റുമാണ്. ജീൻസ്, പാൻറ്റ് അതിലേക്കൊക്കെ റേറ്റ് വരുമ്പോൾ 100 രൂപ റേറ്റാണ് വരുന്നത്. ഷർട്ടിനൊക്കെ 50, 100 ആ റേറ്റാണ് വരുന്നത്. അപ്പോൾ നമ്മൾ രണ്ടെണ്ണമൊക്കെ എടുക്കുമ്പോൾ നല്ലപോലെ അത്യാവശ്യം നല്ല റേറ്റ് കുറച്ച് കിട്ടുന്നുണ്ട്. ജീൻസൊക്കെ വന്നിട്ടുള്ളത് ഇത് യൂസ്ഡ് ആയിട്ടുള്ള ജീൻസ് ആണെന്ന് തോന്നുന്നു. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ലേ. അപ്പോൾ ഇവരുടെ അടുത്ത് തന്നെ പഴയ ടൈപ്പ് ജീൻസും ഉണ്ട്, അതായത് യൂസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സുകളും ഉണ്ട്, പുതിയതായിട്ടുള്ള ഡ്രസ്സുകളും ഉണ്ട്. അപ്പോൾ മാക്സിമം പുതിയതായിട്ടുള്ള ഡ്രസ്സുകൾ നോക്കുക. ഇങ്ങനെ യൂസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ വാങ്ങിക്കുന്നവരും ഉണ്ട്. അവിടെ നല്ല തിരക്കൊക്കെ ഉണ്ട്. അങ്ങനെ അടുത്തുനിന്ന് മേടിക്കുന്നവരൊക്കെ ഉണ്ട്. അതുപോലെ ബനിയനിലേക്ക് വരുമ്പോൾ റേറ്റ് വന്നിട്ടുള്ളത് 50, 100 ആ റേറ്റ്. ഡ്രസ്സൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വാരി കൂട്ടിയിട്ടേക്കോ, നമുക്ക് നോക്കിയെടുക്കാവുന്നതാണ്. നമുക്ക് ചെറിയൊരു കൺഫ്യൂഷനൊക്കെ തോന്നിക്കും ഏത് ഡ്രസ്സ് എടുക്കണോ. ഇതൊക്കെ വന്നിട്ടുള്ള പുതിയ ഡ്രസ്സുകളാണ്. ജീൻസിലേക്ക് വരുമ്പോൾ ഇതൊക്കെ പുതിയ. ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞു തരുമോ? ഇങ്ങോട്ട് വരണമെങ്കിൽ காந்திபுரம் சண்டே மார்க்கெட்டுங்க. இது பழைய மார்க்கெட்டு, ரொம்ப வருஷமா இருக்கு. காந்திபுரம் பழைய மார்க்கெட் ரேட் சீப்பா இருக்கும். புதுசு வந்து பழசு எல்லாமே இருக்கு. எல்லாமே ரேட் சீப்பா இருக்கு. 50 ரூபாயிலிருந்து 500 ரூபா வரைக்கும் எல்லா தரத்துலையும் டிஷர்ட், ட்ராக் பேண்ட், பர்முடஸ் எல்லாமே இருக்கு. എല്ലാം ഇരിക്കും. சண்டே மார்க்கெட், காந்திபுரம் சண்டே மார்க்கெட், பழைய மார்க்கெட் இதுதான் சண்டே. അപ്പൊ ആൾക്കാര് കേരള ആൾക്കാർ വരും. അപ്പൊ ரயில்வே ஸ்டேஷன்ல இருந்து 1 கிலோமீட்டர், உக்கடத்துல இருந்து 2 கிலோமீட்டர், காந்திபுரத்துல இருந்து 1/2 கிலோமீட்டர். 1/2 கிலோமீட்டர். അപ്പൊ ബസ്സിന് காந்திபுரம் பஸ் ஸ்டாண்ட்ல இருந்து 1/2 கிலோமீட்டர், ഉക്കടத்துல இருந்து 2 കിലോമീറ്റർ, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ. അപ്പൊ ബസ്സിന് വരാണെങ്കിൽ എത്ര നമ്പർ? 3 ബസ് നിറയെ വരും ഇവിടെ. കാഞ്ചീപുരം നിറയെ ബസ് ഉണ്ട്. ടൗൺ മെയിൻ സിറ്റി കാഞ്ചീപുരം. ഓക്കെ, താങ്ക് യു. ടീഷർട്ട്, ട്രാക്ക് പാന്റ്, ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട് ടീഷർട്ട് ഇതൊക്കെ എത്ര? അല്ല 100 രൂപ. 100 രൂപ ടീഷർട്ട്. 100 രൂപ അടിപൊളി ടീഷർട്ട്. 100 രൂപ. ടീഷർട്ടിനൊക്കെ വെറും 100 രൂപ ഉള്ളു കേട്ടോ. ടീഷർട്ട് അതൊക്കെ 100 ആരാ? आओ जी, टी-शर्ट, ट्रैक पैंट, बर्बस, आओ पिताजी, गांधी जी, मोदी जी, अम्मा जी, वांगा जी. ജീൻസിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള 100 രൂപ റേറ്റാണ്. അപ്പോൾ ജീൻസിന് പുറമെ ഇവരുടെ അടുത്ത് തന്നെ പാൻറ്റിൻ്റെ കളക്ഷനും ഉണ്ട്, അതുപോലെ ഷർട്ടിൻ്റെ കളക്ഷനും ഉണ്ട്. ഷർട്ടിനൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപ റേറ്റാണ്. ഈ 50 രൂപ റേറ്റ് പറഞ്ഞ ഷർട്ടൊക്കെ യൂസ്ഡ് ആയിട്ടുള്ള ഷർട്ടുകളാണ്. 100 രൂപ റേറ്റ് പറഞ്ഞൊക്കെ പുതിയ ടൈപ്പ്, പുതിയ ന്യൂ ആയിട്ടുള്ള മോഡൽ ഷർട്ടുകളുമാണ്. അതായത് കടകളിൽ നിന്ന് എടുത്ത് വെക്കുന്ന മോഡൽ ഷർട്ടുകളാണ്. ഇതെത്ര? ഇതൊക്കെ 2 100. 100. ഇതൊക്കെ 100 ആ റേറ്റാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കുറച്ച് അത്യാവശ്യം റേറ്റൊക്കെ നമുക്ക് കുറച്ച് വാങ്ങിക്കാവുന്നതാണ്. ഈ വലിയ ഫ്ലവറില്ലേ അതിലേക്ക് റേറ്റ് വരുമ്പോൾ 150, 200 ആ റേറ്റാണ് പറഞ്ഞത്. വലിയ ഫ്ലവറിന് 150ഉം ചെറിയ ഫ്ലവറിന് വന്നിട്ടുള്ള 100 ആ റേറ്റാണ് പറഞ്ഞത്. 100 ഷർട്ട് എത്ര വില? 2 ഷർട്ടുകൾ 150 രൂപ. ഷോപ്പിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുള്ള ഷർട്ടുകളാണ്. വലിയൊരു കച്ചവടക്കാരാണെങ്കിൽ ഇവർക്ക് ഷോപ്പും കാര്യമൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഒരെണ്ണം പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഹാഫ് കൈ ഉണ്ട് ഇവരുടെ അടുത്ത്, ഫുൾ സ്ലീവിൻ്റെ ഷർട്ടും ഉണ്ടായിരുന്നു. ഷർട്ടുകളൊക്കെ തനി കോട്ടൺ ടൈപ്പിലുള്ള ഷർട്ടുകളാണ്. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ജീൻസിൻ്റെ കളക്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജീൻസിലേക്ക് വരുമ്പോൾ റേറ്റ് വന്നിട്ടുള്ള 100 രൂപ റേറ്റാണ്. ഇതൊക്കെ പുതിയ ടൈപ്പ് ജീൻസ് തന്നെയാണ്, യൂസ്ഡ് ആയിട്ടുള്ള ജീൻസ് അല്ല. അപ്പോൾ ഇവർക്കൊക്കെ ഷോപ്പുകളുണ്ട്. ഇവർ ഈ ഞായറാഴ്ച ദിവസം വഴിയോര കച്ചവടക്കാർ ഷോപ്പിൽ നിന്ന് തന്നെ സാധനങ്ങൾ എടുത്തു വെച്ച് ഇങ്ങനെ വിൽപ്പന നടത്തുന്നതാണ്. അപ്പോൾ 50 രൂപ റേറ്റൊക്കെ പറഞ്ഞിടത്താണ് പഴയ യൂസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ കണ്ടിട്ടുള്ളത്. ഡ്രസ്സിനൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 50, 100 ആ റേറ്റാണ്. അപ്പോൾ ഇവരുടെ അടുത്ത് തന്നെ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ സെറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുട്ടികളുടെ ഫ്രോക്കുകൾ, അങ്ങനത്തെ ഐറ്റംസ്, പിന്നെ ഷർട്ടുകൾ, ജീൻസുകൾ, അങ്ങനെ ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ കാണുന്ന ബാഗിൻ്റെയൊക്കെ റേറ്റ് ഒന്ന് നോക്കിയാലോ. ഞായറാഴ്ച ദിവസമൊക്കെ നല്ല തിരക്കാണ്. ഈ ഗാന്ധിപുരത്ത് നല്ല തിരക്കുണ്ട്. ഈ ബാഗ് എത്ര റേറ്റ്? 250. ബാഗിനൊക്കെ റേറ്റ് പറഞ്ഞത് 250 രൂപ റേറ്റാണ്. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ വാങ്ങിക്കാവുന്നതാണ്. എടുക്കുമെങ്കിൽ നമ്മളോട് തന്നെ അവർ റേറ്റ് ചോദിക്കും. അപ്പോൾ നമുക്ക് റേറ്റൊക്കെ കുറച്ച് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഈ കാണുന്ന ടീഷർട്ടിനൊക്കെ റേറ്റ് പറഞ്ഞത് 100 രൂപ റേറ്റാണ്.
പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് 80 ആ റേറ്റിലൊക്കെ വാങ്ങിക്കാവുന്നതാണ്. 2 എണ്ണമൊക്കെ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് കുറച്ച് തരുന്നുണ്ട് അവർ. കുട്ടികളുടെ ടോപ്പ്, ജീൻസ്, ഷർട്ട് അതിലൊക്കെ റേറ്റ് വരുമ്പോൾ 50, 100 ആ റേറ്റാണ് പറഞ്ഞത്. ഷർട്ടിലേക്കൊക്കെ വരുമ്പോൾ 50 ആ റേറ്റാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഗാന്ധിപുരത്തു നിന്ന് നടന്ന് അതിൻ്റെ എൻഡ് എത്താറായിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ വാച്ചിൻ്റെ കളക്ഷന്, അതുപോലെ തന്നെ ബെൽറ്റ്, പേഴ്സ് അതിൻ്റെയൊക്കെ കളക്ഷൻ ഉണ്ടായിരുന്നു. ഇതൊന്നും അങ്ങോട്ടില്ല. അപ്പോൾ നമ്മൾ ഗാന്ധിപുരം ഫസ്റ്റ് ഇറങ്ങുന്നിടത്ത് വരിയോര കച്ചവടക്കാരെടുത്ത് ചെരുപ്പ്, അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ കളക്ഷനാണ് കൂടുതലുള്ളത്. അടുത്ത് സ്മാർട്ട് വാച്ചും ഉണ്ട്. അപ്പോൾ വാച്ചിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട്. 200. ഇതോ ഇതൊക്കെ 200ആ? ഇത് സൺഡേ മാത്രമേ ഉള്ളോ? കുട്ടികളുടെ വാച്ചോ? കുട്ടികളുടെ വാച്ച് 50 60. 50, 60. ഓക്കെ. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ജീൻസിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നേ. അപ്പോൾ ഈ കാണുന്ന ജീൻസിനൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 100, 200 ആ റേറ്റാണ്. ജീൻസും ഉണ്ട്, പാൻറ്റും ഉണ്ട്, പിന്നെ ഷർട്ടും ഉണ്ട്. അപ്പോൾ ഷർട്ട് എണ്ണം നമ്മൾ 4 എണ്ണമായിട്ടൊക്കെ എടുത്താൽ 1000 രൂപ റേറ്റിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ ഷൂസിൻ്റെ കളക്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷൂസിന് റേറ്റ് കൂടുതലാണ് അവർ പറഞ്ഞത്. ഒരു ജോഡി ഷൂസിനൊക്കെ 350 ആ റേറ്റൊക്കെയാണ് പറഞ്ഞത്. ഇതൊക്കെ എത്ര റേറ്റ്? വാച്ചൊക്കെ റേറ്റ്? കച്ചവടക്കാർ റേറ്റ് കൂടുതലും പറയുന്നുണ്ട്. നമ്മൾ വാച്ചിന് ആദ്യം കണ്ടെടുത്ത റേറ്റ് കുറച്ചാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ റേറ്റ് ഒന്ന് കേട്ടാലോ. പ്രിയ, ഇതോ? 200, 150. കുട്ടികളുടെയോ? 150, 200, 250. ഈ വാച്ചിനോ? 100 രൂപ. കച്ചവടക്കാർ പലയിടത്തും പല റേറ്റ് പറയുന്നുണ്ട്. ആ കുട്ടികളുടെ വാച്ചില്ലേ, അത് അപ്പുറത്തെ കടയിൽ റേറ്റ് പറഞ്ഞത് 50 രൂപ റേറ്റാണ്. അത് ഇതിന് മുമ്പ് തന്നെ വീഡിയോ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ 100 രൂപ റേറ്റാണ് പറഞ്ഞത്. പിന്നെ അവർ 350 രൂപ റേറ്റ് പറഞ്ഞ വാച്ചിന് അവിടെ റേറ്റ് പറഞ്ഞത് 200 രൂപ റേറ്റാണ്. അപ്പോൾ ഒരു റേറ്റ് കൂട്ടിയൊക്കെ പറയുന്നുണ്ട് ചിലയിടത്ത്. പിന്നെ റേറ്റ് കറക്റ്റ് റേറ്റും പറയുന്നുണ്ട്. എന്നാലും അത്യാവശ്യം കുറച്ചൊക്കെ നമുക്ക് മേടിക്കാവുന്നതാണ്. ഇവിടെ ഷർട്ടിലേക്ക് വരുമ്പോൾ ഒരു ജോഡി ഷർട്ടിന് റേറ്റ് വന്നിട്ടുള്ള 300 രൂപയാണ്. 4 ജോഡി ഷർട്ടിന് റേറ്റ് വന്നിട്ടുള്ള 1100 രൂപ റേറ്റാണ്. ജീൻസിലേക്ക് വരുമ്പോൾ റേറ്റ് പറഞ്ഞത് 200 രൂപ റേറ്റാണ്. പാൻറ്റിനും 200 രൂപ റേറ്റാണ് പറഞ്ഞത്. ഷർട്ടിലേക്ക് വരുമ്പോൾ റേറ്റ് വന്നിട്ടുള്ള 100 രൂപ റേറ്റാണ്. പാൻറ്റ് ഷർട്ടായിട്ട് എടുക്കുമ്പോൾ റേറ്റ് വരുന്നത് 150 രൂപ റേറ്റാണ്. അപ്പോൾ ജീൻസിലേക്ക് വരുമ്പോൾ അത് ടാഗ് പൊട്ടിക്കാത്ത ജീൻസാണ്. ഷർട്ടിലേക്ക് വരുമ്പോഴും അത്യാവശ്യം നല്ല ഷർട്ടൊക്കെയാണ്. അപ്പോൾ ഇതിൽ ടാഗ് ഞങ്ങളങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഷർട്ട് റേറ്റ് 100. ഈ കാണുന്ന ജീൻസിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള ഒരെണ്ണം 300 രൂപയാണ്, 2 എണ്ണം 500 രൂപ ആ റേറ്റാണ്. ഇതൊക്കെ ടാഗ് പൊട്ടിക്കാത്ത ജീൻസാണ്. ഇവിടെ ഇങ്ങനെ പച്ച കുത്തുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. എത്ര എത്ര? 20. ഇതൊക്കെ വീഡിയോൻ്റെ ഇടയിൽ ഫണ്ണി ആയിട്ട് തോന്നിയിട്ടുള്ളതാണ്. ഐഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഫണ്ണി ആയിട്ട് എടുത്തതാണ്. പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് റേറ്റ് വരുമ്പോൾ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് 10 രൂപ റേറ്റാണ്. ഈ കാണുന്ന റേറ്റിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള 45 രൂപ റേറ്റാണ്. അതിന് കോംബോ ആയിട്ടാണോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ അവിടെ റേറ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അല്ലെങ്കിൽ മലയാളീസിനെ കാണുമ്പോൾ ഒരു റേറ്റ് കൂട്ടുന്നുണ്ട്, അത്യാവശ്യം റേറ്റ് കൂട്ടുന്നതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ചിലയിടത്ത് മാന്യമായിട്ടുള്ള റേറ്റ് പറയുന്നുണ്ട്, ചിലയിടത്ത് റേറ്റ് കൂടുതലായിട്ടും തോന്നുന്നുണ്ട് നമുക്ക്. എന്നും ഉണ്ടോ? சண்டே மட்டும் உண்டு. சண்டே மட்டும் தான் நாங்கள் வாரம் வருவோம். ஓகே. காலையில் 10 மணிலிருந்து நைட்டு 7 மணி வரைக்கும் உண்டு. எங்ககிட்ட வந்து லைக்ரா பேண்ட்டு, டிஷர்ட்டு, காட்டன் டிஷர்ட்டு, லைக்ரா டிஷர்ட்டு, மெயினாக லைக்ரா பேண்ட்டு, காட்டன் பேண்ட்டு, துண்டு, பார்த்தீங்கன்னா காட்டன் ட்ரௌசர் ഒക്കെ 150, 150. മൊബൈലിൻ്റെ കവർ, അതുപോലെ തന്നെ സ്ക്രീൻ ഗാർഡ് അതൊക്കെ ഉണ്ടായിരുന്നു. സ്ക്രീൻ ഗാർഡിലേക്ക് റേറ്റ് വരുമ്പോൾ 80 രൂപ റേറ്റാണ് വരുന്നത്. മൊബൈൽ കവറിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള 100 രൂപ റേറ്റാണ്. എത്ര റേറ്റ്? 150. മൊബൈൽ കവറിൻ്റെ റേറ്റ് പറഞ്ഞാൽ 150 രൂപ റേറ്റാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ് അങ്ങനെ കുറേ ഐറ്റംസുകൾ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതൊക്കെ ഗാന്ധിപുരത്തിൻ്റെ മുൻപോട്ടുള്ള ഭാഗമാണ്. നമ്മൾ എൻഡ് വരെ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഇനി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ കാണുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു കട കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാ സാധനങ്ങൾക്കും റേറ്റ് കുറവെന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ സാരിയൊക്കെ 5 സാരിക്കാണ് 1000 രൂപ റേറ്റ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ ലേഡീസ് ചുരിദാറിനൊക്കെ റേറ്റ് വന്നിട്ട് 150 രൂപ റേറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന 5 സാരിക്ക് 750 രൂപ റേറ്റാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
ഞങ്ങൾ അപ്പോൾ തന്നെ കടയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായി. വേറെ ഒന്നുമല്ല, നമ്മുടെ ഇന്ന് ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ വാങ്ങിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, അവിടെ വലിയ കളക്ഷനൊന്നും ഇല്ലായിരുന്നു. ഇത് പറഞ്ഞതുപോലെ വലിയൊരു കച്ചവടക്കാരെടുത്ത് നല്ല ലാഭമുണ്ട്. അത്രയും വലിയ കളക്ഷനും ഇല്ല, റേറ്റും കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന ജീൻസിലേക്ക് വരുമ്പോൾ ഇതിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള 100 രൂപ റേറ്റാണ്. ഇത് ഗാന്ധിപുരം മെയിൻ മാർക്കറ്റാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് വരിയോര കച്ചവടക്കാരല്ല, ഇതിൻ്റെ ഉള്ളിലേക്ക് ഷോപ്പുകളാണ് വരുന്നത്. ഈ ഫ്രണ്ട് ഭാഗത്തെല്ലാം വരിയോര കച്ചവടക്കാരും അകത്തേക്ക് വലിയ ഷോപ്പുമാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞങ്ങൾ നേരത്തെ തന്നെ ഓൾറെഡി അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഈ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്തേക്കാവേ. അപ്പോൾ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല ഫ്രണ്ട്സ്. ഈ ബ്ലാങ്കറ്റിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള 400 ആണ്. അപ്പോൾ 400 രൂപ റേറ്റ് പറഞ്ഞപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന ടീഷർട്ടിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള 50 രൂപ റേറ്റാണ്. ഇവിടെ കൂടുതൽ 50 രൂപ ഐറ്റംസുകളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതൊക്കെ ഫുൾ സ്ലീവും ഉണ്ട്, ഹാഫ് സ്ലീവും ഉണ്ട്. ഇതൊക്കെ യൂസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് അല്ല, ഇതൊക്കെ പുതിയതായിട്ടുള്ളതാണ്. അപ്പോൾ ഇവർക്ക് ഷോപ്പും കാര്യങ്ങളും ഉണ്ടെന്ന് ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജീൻസിലേക്ക് റേറ്റ് വരുമ്പോൾ 100 രൂപ റേറ്റാണ് വരുന്നത്. അപ്പോൾ ഏതെടുത്താലും 100 രൂപ റേറ്റാണ് വരുന്നത്. ഇവിടെയൊക്കെ നല്ല തിരക്കുണ്ട്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ 2 എണ്ണം എടുക്കുമ്പോൾ കോംബോ ആയിട്ട് എടുത്താൽ 150 രൂപ റേറ്റാണ് വരുന്നത്. ഞങ്ങളിവിടെ എത്തിയത് ഒരു 10 മണി ടൈമിലാണ്. ടൈമിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഈ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് ഐറ്റം എടുത്താലും 50 രൂപ റേറ്റാണ് വരുന്നത്. അതിൽ ഏത് സാധനം നമ്മൾ എടുത്താലും 50 റേറ്റാണ് വരുന്നത്. ഇവിടെ എല്ലാ ടൈപ്പ് ഡ്രസ്സുകളും ഉണ്ട്, ഷർട്ടുകളായാലും ടോപ്പുകളായാലും എല്ലാ ടൈപ്പും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ 50 രൂപ കളക്ഷനാണ്. ഇനി നമുക്ക് നൈറ്റീൻ്റെ ഒക്കെ ഒന്ന് നോക്കിയാലോ. ഇത് നൈറ്റികൾ, ടോപ്പുകൾ, അതിൻ്റെ കളക്ഷനാണ്. നൈറ്റിയിലേക്ക് വരുമ്പോൾ റേറ്റ് വന്നിട്ടുള്ളത് റേറ്റാണ്. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ടോപ്പിൻ്റെ കളക്ഷനുണ്ട്. അതിനൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 150 രൂപ റേറ്റാണ് പറഞ്ഞത്. 150 രൂപ അത്യാവശ്യം കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് ഞങ്ങൾ എടുത്തെടുത്ത് 100 രൂപ റേറ്റായിരുന്നു പറഞ്ഞത്. ബെഡ്ഷീറ്റിലേക്ക് വരുമ്പോൾ 4 എണ്ണം 500 റേറ്റാണ് വരുന്നത്. ചെറിയ ബ്ലാങ്കറ്റിനൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 80 രൂപ റേറ്റാണ്. ബെഡ്ഷീറ്റ് നമ്മൾ 2 എണ്ണമായിട്ടാണ് എടുക്കുന്നതെങ്കിൽ റേറ്റ് വന്നിട്ടുള്ളത് 250 ആണ്. ഈ കാണുന്ന ബ്ലാങ്കറ്റിനാണ് 80 രൂപ റേറ്റ് പറഞ്ഞത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും വിലയേറിയ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കാവുന്നതുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും മറക്കല്ല ഫ്രണ്ട്സ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും ഇതിൽ ഒരു വരിയോര കച്ചവടക്കാരായ ഒരു ചേട്ടനെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിച്ചിട്ടുണ്ട്. വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ ഫ്രണ്ട്സ്. ഈ കാണുന്ന ഡ്രസ്സിനൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 150 രൂപ റേറ്റാണ്. ഷർട്ടൊക്കെ ന്യൂ കളക്ഷനാണെന്ന് പറഞ്ഞത്. ഈ കാണുന്ന ഷർട്ടിനൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപ റേറ്റാണ്. അപ്പോൾ ഞങ്ങൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്